ശിവനാവാമെങ്കിൽ നമുക്ക് ഈ പോർഷൻ കാണാതിരിക്കട്ടെ. എന്നിട്ടും അമ്മയുടെ ദേഷ്യം മാറിയില്ല എന്നാണ്. എന്നിട്ട് ചോദിക്കുന്നത് ഇനി ഇത്രയും ഞങ്ങൾ ചെയ്തില്ലേ, ഇതാ കുട്ടിക്ക് ജീവൻ വന്നു, കുട്ടിക്ക് ആനത്തലയുണ്ട്, കുട്ടിക്ക് വരങ്ങൾ കൊടുത്തു, ഇനി എന്ത് വേണം? അവിടെയാണ് പറയുന്നത് എന്റെ കുട്ടിക്ക് പ്രഥമ പൂജ്യസ്ഥാനം വേണം. അമ്മയെ നോക്കാൻ ഒരു കുട്ടി ഉണ്ടായപ്പോ ആ കുട്ടി അമ്മയെ നന്നായി നോക്കിയപ്പോ അമ്മ വാങ്ങിക്കൊടുത്താണ് ഈ വരം. മനസ്സിലായത്? എന്ത് പൂജ നടക്കുകയാണെങ്കിലും, ഗണപതി പൂജ നടക്കുകയാണെങ്കിൽ പോലും ഗണപതിക്ക് പ്രത്യേകം പൂജ കൊടുത്ത് വീണ്ടും ഗണപതിയെ പൂജിക്കണം. അതോടുകൂടിയാണ് ജ്യേഷ്ഠനാവുന്നത്. അങ്ങനെയാണ് ജ്യേഷ്ഠരാജനാവുന്നത്. അല്ലാതെ ജന്മം കൊണ്ട് ശിവപുരാണൊക്കെ നോക്കുകയാണെങ്കിൽ ഗണപതി രണ്ടാമത്തെ കുട്ടിയാണ്. പാർവതീദേവി പരിഭവം പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ഭർത്താവ് അടുത്തൊന്നും മാറി നിൽക്കുന്നില്ല. വിശ്വം മുഴുവൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വിശ്വത്തിന്റെ നാഥനായിരിക്കുന്ന വിശ്വനാഥന് ഭാര്യയോടുള്ള സ്നേഹവും നമ്മുടെയൊക്കെ ഭാര്യമാൻ എന്താ പറയുന്നത് കിട്ടുന്നില്ല. ഭഗവാൻ എന്ന് വെച്ചാൽ ഗൃഹസ്ഥന്മാരിൽ ശിവനേക്കാൾ ഉത്തമനായിട്ടുള്ള ഒരാള് വേറെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഭഗവാൻ മഹാദേവൻ എന്ന് പറയുന്നത് ഭഗവാൻ വിശ്വത്തിന്റെ മുഴുവൻ നാഥനാണെങ്കിലും ഹി വാസ് ദ ബെസ്റ്റ് ഹസ്ബൻഡ് ഇൻ ദ വേൾഡ്. ശ്രീരാമനെ കുറിച്ച് പറയുമ്പോൾ മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമൻ. പക്ഷേ ശ്രീരാമനിലെ മര്യാദാ പുരുഷോത്തമനാണെന്ന് പറയുമ്പോഴും ജനങ്ങളുടെ ഒരു വിശ്വാസത്തിന് വേണ്ടി ഭാര്യയെ ഉപേക്ഷിച്ച ശ്രീരാമൻ. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പറയുന്നത്. അപ്പോൾ ധർമ്മം ഒരു രൂപം എടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് രാമൻ. പക്ഷെ രാമായണം കഥ എന്ന പേരിൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന കഥ 1 വർഷം നടന്ന കഥയാണ്. രാവണന് എത്രയോ വർഷത്തെ ആയുസ പറയുക. രാവണന്റെ ആയുസിലെ അവസാനത്തെ 1 വർഷമാണ് രാമായണം. എന്നിട്ടും അമ്മയുടെ ദേഷ്യം മാറിയില്ല എന്നാണ്. എന്നിട്ട് ചോദിക്കുന്നത് ഇനി ഇത്രയും ഞങ്ങൾ ചെയ്തില്ലേ, ഇതാ കുട്ടിക്ക് ജീവൻ വന്നു, കുട്ടിക്ക് ആനത്തലയുണ്ട്, കുട്ടിക്ക് വരങ്ങൾ കൊടുത്തു, ഇനി എന്ത് വേണം? അവിടെയാണ് പറയുന്നത് എന്റെ കുട്ടിക്ക് പ്രഥമ പൂജ്യസ്ഥാനം വേണം. നിങ്ങളെ പൂജിക്കുകയാണെങ്കിൽ പോലും എന്റെ കുട്ടിയെ പൂജിക്കാതെ നിങ്ങൾക്ക് പൂജയില്ല. മനസ്സിലായില്ല? അതായത് അമ്മ പിടിച്ചു വാങ്ങിയ വരാണത്. അമ്മയെ നോക്കാൻ ഒരു കുട്ടി ഉണ്ടായപ്പോ ആ കുട്ടി അമ്മയെ നന്നായി നോക്കിയപ്പോ അമ്മ വാങ്ങിക്കൊടുത്താണ് ഈ വരം. അവിടെയാണ് ജ്യേഷ്ഠരാജനാവുന്നത് ഗണപതി. ഇവിടെ ഈവൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തില് നമ്മൾ ഗണപതി ഹോമം നടത്തുമല്ലോ. ഗണപതി ഹോമം നടത്തുമ്പോൾ അതിന്റെ രസം എന്താ വെച്ചാല് ഗണപതി ഹോമം നടത്തുന്നത് ഗണപതിയാണ്. ഗണപതി ഹോമം നടത്തുന്നതിന് മുമ്പ് ഗണപതി ആദ്യം പൂജിക്കണം, എന്നിട്ട് ഗണപതി ഹോമം നടത്തണം. അത് ഗണപതിയാണ് പൂജിക്കുന്നതെങ്കിൽ പോലും ആദ്യം പൂജിക്കേണ്ടത് ഗണപതിയാണ്. മനസ്സിലായത്? എന്ത് പൂജ നടക്കുകയാണെങ്കിലും, ഗണപതി പൂജ നടക്കുകയാണെങ്കിൽ പോലും ഗണപതിക്ക് പ്രത്യേകം പൂജ കൊടുത്ത് വീണ്ടും ഗണപതിയെ പൂജിക്കണം. അതാണ് ജ്യേഷ്ഠ. അത് ആ അമ്മയുടെ കാരുണ്യം കൊണ്ട് ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള കഴിവാണ്. അതോടുകൂടിയാണ് ജ്യേഷ്ഠനാവുന്നത്. അങ്ങനെയാണ് ജ്യേഷ്ഠരാജനാവുന്നത്. അല്ലാതെ ജന്മം കൊണ്ട് ശിവപുരാണൊക്കെ നോക്കുകയാണെങ്കിൽ ഗണപതി രണ്ടാമത്തെ കുട്ടിയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഭഗവാന്റെ ഒരു ജന്മം. ഇനി ഇതിൽ വളരെ രസകരമായിട്ടൊരു കാര്യം ഞാൻ പറയാം. ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ സെനറിയോ ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഇത് എത്രത്തോളം ശരിയാവുന്ന എനിക്കറിയില്ല. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞത്, ഇന്ന് കേരളത്തിലും അല്ലെങ്കിൽ നോർത്തിലൊക്കെ പണ്ടേ നമ്മുടെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു നോർത്തിലൊക്കെ നടത്തുന്ന ഒരു കാര്യമാണല്ലോ ഈ ഗണേശോത്സവം എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ ഗണപതിയുടെ വിഗ്രഹം ഉണ്ടാക്കിയിട്ടാണ് പൂജ ഒക്കെ നടക്കുന്നത്. വിനായക ചതുർത്ഥിയാണ് അതിന്റെ പ്രധാനപ്പെട്ട സമയം. എന്തുകൊണ്ട് ഗണപതി എന്ന് പറയുന്ന ഒരു ഐഡോളിനെ ഇപ്പൊ ബാലഗംഗാധരത്തിലേക്കാണെങ്കിലോ അതിന്റെ ഉപജ്ഞാതാക്കളായിട്ടുള്ള ആൾക്കാർ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു? നമ്മൾ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ ശക്തിയാണ് വേണ്ടത്, അല്ലെ? അപ്പൊ ശക്തിക്ക് വേണമെങ്കിൽ നമുക്ക് പാർവതിയെ പൂജിക്കാം. ഇല്ലെങ്കിൽ നോർത്തിലാണ് അത് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. നോർത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ശിവന്റെയും വിഷ്ണുവിന്റെയും സ്ഥലമാണ്. അവിടെ മൊത്തം കാണാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ശിവൻ, കൂടുതൽ ശിവൻ, അത് കഴിഞ്ഞിട്ടേ വിഷ്ണു ഉള്ളൂ. ഈ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഗണപതിയെ പിക്ക് ചെയ്തു? നോക്കൂ, നമുക്ക് എന്തിനാണ് ഈ ഒരു കോസ്? ഇതിന്റെ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം ആണ്. ഫ്രീഡം എന്ന് പറയുന്നത് ആ കൺസെപ്റ്റില് ഭാരതാംബയെ സ്വതന്ത്രരാക്കുക എന്നുള്ളതാണ്. അമ്മയെ നോക്കാനൊരു മകൻ വേണം. ആ അമ്മയെ നോക്കാനുള്ള കുറെ മക്കളെ ഉണ്ടാക്കിയ പ്രോസസ്സാണ് ഗണേശോത്സവം. അതിനാണ് അവിടെ ഗണപതിയെ കൊണ്ടേ റീപ്ലേസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇത് ദൈവത്തിന് പങ്കെടുത്തായിരുന്നു. കാരണം നിങ്ങൾ ഗണപതിയെ പോലെ ആവും. കാരണം ഗണപതി എന്ത് ചെയ്തിട്ടുണ്ട്? അമ്മയെ നോക്കിയിട്ടുണ്ട്. നിങ്ങളും എന്ത് ചെയ്യണം? അമ്മയെ നോക്കണം. നിങ്ങളുടെ അമ്മ ആരാ? നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന അമ്മ മാത്രമല്ല, നിങ്ങളുടെ അമ്മ ഭാരതാംബയാണ്. ആ ഭാരതാംബയെ നോക്കുന്നതാണ് നിങ്ങളുടെ കർത്തവ്യം എന്ന് ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഗണപതിയുടെ ഒരു ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഈ ഒരു ഗണപതി ബപ്പ ബോരിയ എന്നൊക്കെ പറഞ്ഞ ആ പാട്ടൊക്കെ വരുന്ന രീതിയിലേക്ക് ഇത് മാറുന്നത്. അപ്പൊ ഗണേശൻ എന്ന് പറയുന്നത് ഇന്ന് ഭാരതത്തിന്റെ തന്നെ ഒരു സങ്കല്പമായിട്ട് മാറിയിട്ടുണ്ട്. ഞാനൊരു ക്ലീഷേ കഥ പ്രതീക്ഷിച്ച് ചോദിച്ച ചോദ്യം ഒരു പ്രേക്ഷകന്റെ ചോദ്യമാണെങ്കിൽ പോലും ഒരുപാട് തലങ്ങളിലേക്ക് ഞാൻ ചിന്തിച്ചോണ്ടിരുന്നത് എന്താണെന്നറിയോ, ഈ പാർവതീദേവി പരിഭവം പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ഭർത്താവ് അടുത്തൊന്നും മാറി നിൽക്കുന്നില്ല.
വിശ്വം മുഴുവൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിശ്വത്തിന്റെ നാഥനായിരിക്കുന്ന വിശ്വനാഥന് ഭാര്യയോടുള്ള സ്നേഹവും നമ്മുടെയൊക്കെ ഭാര്യമാർ എന്താ പറയുന്നത് കിട്ടുന്നില്ല. ഭഗവാൻ എന്ന് വെച്ചാൽ ഗൃഹസ്ഥന്മാരിൽ ശിവനേക്കാൾ ഉത്തമനായിട്ടുള്ള ഒരാള് വേറെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഭഗവാൻ മഹാദേവൻ എന്ന് പറയുന്നത് ഭഗവാൻ വിശ്വത്തിന്റെ മുഴുവൻ നാഥനാണെങ്കിലും ഹി വാസ് ദ ബെസ്റ്റ് ഹസ്ബൻഡ് ഇൻ ദ വേൾഡ്. നല്ലൊരു ഭർത്താവായിരുന്നു, നല്ലൊരു അച്ഛനായിരുന്നു, നല്ലൊരു കൂട്ടുകാരനായിരുന്നു, നല്ലൊരു ബോസായിരുന്നു. കാരണം ഒപ്പം വർക്ക് ചെയ്യുന്ന ഭൂതഗണങ്ങൾക്ക് ഒരിക്കലും അവർ തൊഴിലാളികളാണെന്ന് തോന്നിയിട്ടില്ല. ഒക്കെ എൻ്റെ മക്കളാണെന്നാണ് ഭഗവാൻ പറയുക. ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ശരത്തേട്ടനൊക്കെ പറയും, ദേവി വന്ന സമയത്ത് ദേവിക്ക് ഭഗവാൻ ഒരു ആലിംഗനത്തിലൂടെ ആത്മജ്ഞാനം കൊടുക്കും, നീ ആരാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഭൂതഗണങ്ങൾ പറയും ഭഗവാനോട് പരാതിയായിട്ട്, ഭഗവാനെ ഞങ്ങൾ എന്ന് മുതൽ അങ്ങയുടെ കൂടെ ഉള്ളതാണ്, ഇന്നലെ വന്നവൾക്ക് അങ്ങ് കൊടുത്തു, ഞങ്ങൾക്ക് എന്നാണ് തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ ഭൂതഗണങ്ങളോട് പറയണത്, നിങ്ങൾക്ക് എന്തിനാണ് ആത്മജ്ഞാനം, നിങ്ങൾക്ക് ഞാനില്ലേ ആണ് ചോദിക്കുക. ആ ഒറ്റ ചോദ്യത്തിൽ ഭൂതഗണങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയെന്നാണ്. കാരണം ഭഗവാനേക്കാൾ വലിയൊരു ജ്ഞാനം അവർക്ക് കിട്ടാനില്ല. ഭഗവാൻ അവരുടെ അടിമയാണെന്നാണ് ഭഗവാൻ പറയുന്നത്. പ്രത്യേകിച്ച് നന്ദിയൊക്കെ ഭഗവാൻ കാണുന്നത്, ഈവൻ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ പറയില്ലേ ചില ആളുകൾ 2 മക്കളുണ്ടെങ്കിലും ഒരു ആദ്യം മുതലേ കൂടെ ഉള്ള ഒരു എംപ്ലോയി ആയിരിക്കും ചിലപ്പോൾ മകന്റെ സ്ഥാനത്ത് കൂടെ ബെറ്റർ ആയിട്ട് കാണാൻ സാധിക്കുക. അപ്പൊ മുരുകനും ഗണപതി ഉണ്ടെങ്കിലും ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം നന്ദിയോടാണ്. ഈവൻ നിങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ പോയാൽ ചിലപ്പോൾ അവിടെ മുരുകനെ കാണാൻ സാധിക്കില്ല, ചിലപ്പോൾ ഗണപതിയെ കാണാൻ സാധിക്കില്ല, പക്ഷെ അവിടെ ഉറപ്പായിട്ടും ആരുണ്ടായിരിക്കും, നന്ദി ഉണ്ടായിരിക്കും. അതാ അങ്ങനെ ഒരു ഭഗവാൻ, അങ്ങനെ ഒരു ചൈതന്യം ശിവൻ മാത്രമേ ഉള്ളൂ. എന്ത് റോള് കൊടുത്താലും അതൊരു ഫാമിലിയൻ കൾച്ചറിലുള്ള ഏത് റോള് കൊടുത്താലും ബെസ്റ്റ് എന്ന് പറഞ്ഞ് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെയൊക്കെ ഭാര്യമാർ എപ്പോഴും പരാതിയാണ്, കിട്ടുന്നില്ല. ശിവനാവാമെങ്കിൽ നമുക്ക് എന്തായിക്കൂടാ, ഈ പോർഷൻ ഭാര്യമാർ കാണാതിരിക്കട്ടെ. ഭഗവാൻ ഗണപതിയുടെ കഥയും ആണ് നമ്മൾ പറഞ്ഞത്. അതെ, ഇത്തവണ നമുക്കൊന്ന് ശ്രീരാമനിലേക്ക് പോകാം. ഓക്കെ, ശ്രീരാമനെ കുറിച്ച് പറയുമ്പോൾ മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമൻ. പക്ഷേ ശ്രീരാമനിലെ മര്യാദാ പുരുഷോത്തമനാണെന്ന് പറയുമ്പോഴും ജനങ്ങളുടെ ഒരു വിശ്വാസത്തിന് വേണ്ടി ഭാര്യയെ ഉപേക്ഷിച്ച ശ്രീരാമൻ, ആ ഒരു കൺസെപ്റ്റ് എനിക്ക് വലുതായിട്ട് കത്താത്തൊരു കൺസെപ്റ്റ്, ക്ലിയർ ആവുന്നില്ല. നമുക്ക് ഇത് എങ്ങനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതനുസരിച്ച് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, നമുക്കിതിനെ നമ്മൾ ആരുടെ സൈഡിൽ നിൽക്കുന്നതനുസരിച്ച് നമുക്ക് പറയാം. പലപ്പോഴും ഇത് പല സമയത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ ശ്രീരാമാവതാരത്തിലേക്ക് വരികയാണെങ്കിൽ, ശ്രീരാമാവതാരം സംഭവിക്കുന്നതിന്റെ കോഴ്സ് എന്ന് പറയുന്നത് ശ്രീകൃഷ്ണാവതാരത്തിന് അതേ കോഴ്സാണ്. അതായത് ഭൂഭാരം കൂടി എന്നാണല്ലോ പറയാ. ഇപ്പൊ ഈ ഭൂമിക്ക് അസുരന്മാരുടെ രാക്ഷസന്മാരുടെ ഭാരം കൂടി താങ്ങാനാവുന്നില്ല, ദുഷ്കർമ്മങ്ങൾ മാത്രം ഭൂമിയിൽ നടക്കുന്നു, കുറയ്ക്കാനാണ് ഭഗവാനോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് അവതാരങ്ങൾ ഉണ്ടാവുന്നത്. ഈ ധർമ്മ സംസ്ഥാപനത്തിനാണല്ലോ എല്ലാ അവതാരവും പൊതുവിൽ പറയുന്നത്. ഇപ്പൊ രാമാവതാരം ഞാൻ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ ആധ്യാത്മിക തലം പിന്നീട് വന്നു ചേർന്ന ഒരു അവതാരമാണ് രാമാവതാരം. എത്രയൊക്കെ പറഞ്ഞാലും ഇപ്പൊ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ പൂർണ്ണാവതാരമാണ്. നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കൃഷ്ണൻ മഹാവിഷ്ണുവിനെ കാണാൻ സാധിക്കും. ഭഗവാന്റെ എല്ലാ കലകളോടും കൂടി ഭഗവാൻ അവതാരം എടുക്കുന്നതാണ് കൃഷ്ണാവതാരം. പക്ഷെ ഇത് ഈ കലകൾ ഏറ്റവും കുറവ് കാണാൻ സാധിക്കുക രാമാവതാരത്തിലാണ്. അതുകൊണ്ടാണ് മനുഷ്യനുമായിട്ട് അടുത്ത് നിൽക്കുന്ന അവതാരം രാമനാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പുരുഷോത്തമൻ എന്നല്ല പറയാ, പുരുഷന്മാരിൽ ഉത്തമനായിട്ടുള്ളവൻ, അല്ലാതെ ദേവന്മാരിൽ ഉത്തമനായിട്ടുള്ളവനല്ല ശ്രീരാമൻ, പുരുഷന്മാരിൽ ഉത്തമൻ. അതിപ്പോ നാരദ മഹർഷിയോട് ചോദിക്കുന്നുണ്ട്, ഗൗന്യസ്മിൻ സൗഹൃദം ലോകെ ഗുണവാൻ കശ്യ വീരം. ഈ ലോകത്ത് ഏറ്റവും നല്ല ഗുണങ്ങളുള്ള, ഏറ്റവും സൽസ്വഭാവിയായിട്ടുള്ള, സത്യം മാത്രം പറയുന്ന, ധർമ്മനിഷ്ഠയുള്ള ഒരാളുണ്ടോ? അപ്പൊ നാരദ മഹർഷിയാണ് പറയുന്നത്, അങ്ങനെ ഒരാൾ ദേവന്മാർക്കിടയിലുള്ള മനുഷ്യരുടെ ഇടയിലുള്ള ഒരാളുണ്ട്, ഇക്ഷാകു വംശത്തിലെ രാമൻ. അങ്ങനെയാണ് രാമൻ ഇൻട്രൊഡക്ഷൻ വരുന്നത്. അപ്പോൾ എവിടെയൊക്കെ രാമൻ എന്നുള്ള പോയിന്റ് കോട്ട് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ധർമ്മം എന്ന് പറയുന്നൊരു പോയിന്റ് അതിന്റെ കൂടെ ചേർക്കും. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പറയുന്നത്. അപ്പോൾ ധർമ്മം ഒരു രൂപം എടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് രാമൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, രാമനിൽ ഏത് ധർമ്മമാണ് അധികം നിൽക്കുന്നത് എന്ന് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇതിനെ മാറ്റി മാറ്റി കാണാൻ സാധിക്കും. അപ്പൊ മഹാത്മജി, അദ്ദേഹമാണല്ലോ ഈ രാമരാജ്യം എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുക്കുന്നത്. അദ്ദേഹം രാമനിൽ കണ്ടത് ഭർത്താവിന്റെ ധർമ്മത്തെക്കാൾ കൂടുതൽ ഭരണാധികാരിയുടെ ധർമ്മമായിരുന്നു. അതുകൊണ്ടാണ് സീതയെ പോലും ഉപേക്ഷിച്ചത് ക്രെഡിറ്റ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മളെ പോലുള്ള ചിലപ്പോൾ ഞാനൊരു ഗാർഹസ്ഥ്യം കീപ്പ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഭാര്യയെ മറ്റൊരാളുടെ വാക്ക് കേട്ട് ഉപേക്ഷിച്ചത് ശരിയാണോ എന്ന് എനിക്ക് ചിലപ്പോൾ ചോദിക്കാൻ പറ്റുമായിരിക്കും രാവണനോട്. കാരണം ഞാൻ രാമനെ കാണുന്നത് അങ്ങനെയാണ്. എനിക്ക് ആ സംശയം ഉള്ളതുകൊണ്ടാണ്. അതെ, നമ്മൾ ഗാർഹസ്ഥ്യത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം നമ്മളെക്കാൾ കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ നിൽക്കുന്നതുകൊണ്ടും അദ്ദേഹം ഇടപെടുന്ന ബോധം എന്ന് പറയുന്നത് ഒരു പൊതുമണ്ഡലത്തിലായതുകൊണ്ടും ഈ പേഴ്സണൽ സ്പേസിലുള്ള ചോദ്യങ്ങൾക്ക് അവിടെ രാമൻ അർത്ഥമില്ല. അദ്ദേഹം കണ്ട രാമൻ കുറച്ചുകൂടെ ബ്രോഡായിരുന്നു.
ഒരു രാജ്യത്തിന്റെ സങ്കല്പമായിട്ട് രാമനെ മാറ്റുമ്പോൾ അവിടെ ഒരു കുടുംബ ബന്ധത്തിനോ മറ്റു കാര്യങ്ങൾക്കോ പ്രാധാന്യം അദ്ദേഹം കുറച്ച് കാണുകയും രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് കൂടുതൽ കാണുകയും ചെയ്യും. ഇപ്പൊ നമ്മള് ഈ പല ജസ്റ്റിസുമാരും കോട്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ സീസറുടെ ഭാര്യ എല്ലാ സംശയങ്ങൾക്കും അതീതയായിരിക്കണം. അതിന്റെ ഒരു ഇന്ത്യൻ വേർഷനാണ് നമ്മൾ അവിടെ കാണുന്നത്. കാരണം രാമന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ രാമനുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അത് മറ്റൊരാളുടെ എന്താ പറയുക ഒരു വാക്ക് കേട്ട് ഭാര്യയെ കളഞ്ഞവൻ എന്ന ചീത്തപ്പേരിനേക്കാൾ ഉപരി രാജ്യത്തിന്റെ ധർമ്മത്തിന് വേണ്ടി ഭാര്യയെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ ധർമ്മം കീപ്പ് ചെയ്ത ഭരണാധികാരി എന്ന ഇമേജാണ് അവിടെ കൂടുതൽ തിളക്കത്തോടുകൂടി നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എവിടെയൊക്കെ ധർമ്മം എന്ന് പറയുന്ന വാക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ധർമ്മത്തിന്റെ രൂപത്തിൽ രാമൻ വരും. രാമൻ ധർമ്മത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത്, കൃഷ്ണൻ സ്നേഹത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്തു ആവാം, ധർമ്മത്തിൽ എന്തു ആവാം എന്നുള്ള ലൈസൻസ് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അവിടെ ഈവൻ നോക്കൂ, നമ്മള് ഇപ്പൊ രാമാവതാരത്തിൽ ഏറ്റവും ഇങ്ങനെ ഈ ധർമ്മം എവിടെ നിൽക്കുന്നു എന്ന് കൺസെപ്റ്റ് മാറി മാറി വരുന്ന പല സന്ദർഭങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പൊ എക്സാമ്പിൾ ഏറ്റവും എളുപ്പം പറയാം, ബാലിയെ ഒളിഞ്ഞിരുന്ന് ഭഗവാൻ ഒളിയമ്പ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഒളിയമ്പ് ചെയ്ത ബാലിയുടെ അടുത്തേക്ക് ഭഗവാൻ പോകുമ്പോൾ രാമായണം കിളിപ്പാട്ടിലൊക്കെ വളരെ രസകരമായിട്ട് എഴുതിച്ച് അതിനെ പറയുന്നുണ്ട്, ഞാൻ ഒരു വാനരനാണ്, നീ എന്നെ കൊന്നത് എന്ത് ധർമ്മത്തിന്റെ പേരിലാണ്? ഞാൻ നിന്റെ രാജ്യത്തിലേക്ക് വന്നിട്ടില്ല, രാജ്യത്തിലേക്ക് അതിക്രമിച്ച് കടന്ന ആളെ കൊല്ലാൻ നിനക്ക് അധികാരമുണ്ട്, ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ നിന്റെ ബന്ധപ്പെട്ടവരെ ഉപദ്രവിച്ചിട്ടില്ല, ആ ധർമ്മം നോക്കിയാലും നിനക്ക് എന്നെ കൊല്ലാൻ സാധിക്കില്ല. അവസാനം പറഞ്ഞു പുള്ളി പറയും, പാവ ഈ ബാലി പറയണം, ഞാനൊരു വാനരനാണ്, ഒരു കുരങ്ങനാണ്, എന്റെ തോല് ഉപയോഗിച്ച് നിനക്ക് ഒരു വാദ്യോപകരണം പോലും നിർമ്മിക്കാൻ സാധിക്കില്ല, അതിനു വേണ്ടിയാണ് നീ എന്നെ കൊന്നതെന്ന് പറഞ്ഞാലും അധർമ്മമാണ്. ധർമ്മത്തിന്റെ ഏതൊക്കെ കോണ്ടാക്ട് എടുത്ത് നോക്കിയാലും നീ എന്നെ കൊന്ന ധർമ്മമാണ്. അപ്പൊ നീ എന്ത് പറഞ്ഞു ന്യായീകരിക്കും രാമാന്ന് ചോദിക്കുമ്പോഴാണ് ഈ സുഗ്രീവന്റെ ഭാര്യ രമ അവനെ ഭാര്യയാക്കി വെച്ചു ബാലി എന്നാണ് ഈ പുറത്താക്കിയതിനു ശേഷം. അപ്പോ സഹോദരന്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൾക്ക് തുല്യമാണ്, മകൾക്ക് തുല്യമായിട്ടുള്ള ആളെ ഭാര്യയാക്കി വെച്ചു. അതാണ് നിനക്ക് ഞാൻ കാണുന്ന അധർമ്മം, അതിനാണ് വധിക്കുന്നത്. അതിൽ പറയുന്ന ഈ കഥകളിൽ കൃത്യമായിട്ട് പറയും, ഈ പറയുന്ന രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയായിട്ടുള്ള ഭരതൻ ലോകത്ത് അധർമ്മം എവിടെയൊക്കെയാണോ നടക്കുന്നത് അത് തടയാൻ പല സ്ഥലത്തേക്കും ആൾക്കാരെ അയച്ചിട്ടുണ്ട്, അതിലൊരാളാണ് ഞാനെന്ന് അറിയുക നീ എന്നാണ് പറയുക. അല്ലാണ്ട് ഞാൻ ഭരതന്റെ അനിയനാണ്, ഞാൻ പണ്ടത്തെ രാജാവായിരുന്നൊന്നും ഇൻട്രൊഡക്ഷൻ ഇല്ല. ഇന്നത്തെ അയോധ്യയിലെ രാജാവായിട്ടുള്ള ഭരതൻ അധർമ്മം തടയാനായി പല സ്ഥലത്തേക്കും പല ആളുകളെ അയച്ചിട്ടുണ്ട്, ഞാൻ അതിൽപ്പെട്ട ഒരാളാണ്, ഞാൻ ചെയ്തത് രാജകൽപ്പന അനുസരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ ഭഗവാൻ എല്ലായിടത്തും അത് ബാലിക്ക് മനസ്സിലായിട്ടോ ഭഗവാൻ എന്തിനാ കൊന്നേന്ന്. അതുകൊണ്ടാണ് ഭഗവാൻ ലാസ്റ്റ് ഈ ബാലി സ്തുതിച്ചിട്ടാണ് മരിക്കുക ശ്രീരാമനെ. കഥകളിലൊക്കെ ബാധിതസ്യ സഹായകേന എന്ന് പറഞ്ഞിട്ട് മനോഹരമായിട്ടുള്ളൊരു പദമൊക്കെ ഉണ്ട്. അവിടെ ഈ ഭഗവാൻ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്ത് ബാലിയുടെ നെഞ്ചിലേക്ക് കാല് വെച്ചിട്ടാണ് ഈ അമ്പ് വലിച്ചൂരുക. അപ്പോ ശംഖ് വലിക്കും കഥകളിയില്, വലന്തരം കൊട്ടും ചെണ്ട. ഇത് ഏറ്റവും പവിത്രമായിട്ടുള്ള മുഹൂർത്തം കഥകളിയിൽ ഉണ്ടാകുമ്പോഴാണ് ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുക. മോക്ഷാണ്. ബാലിക്ക് ബാലിയെ വധിക്കുകയല്ല ചെയ്യുന്നത്, ബാലിക്ക് മോക്ഷമാണ്. നോക്കൂ, ഇവിടത്തെ ഈ പോയിന്റ് ഞാൻ പറഞ്ഞു നിർത്തിയിട്ട് രാമാവതാരത്തിൽ നമുക്ക് നേരെ കൃഷ്ണാവതാരത്തിൽ സ്വിച്ച് ചെയ്യാം. ഇതേ ബാലി, ഇതേ ഒളിയമ്പ് ചെയ്ത് കൊന്ന ബാലി ജരയായിട്ട് ജനിക്കുന്നു. ആ ജരയാണ് ഒളിയമ്പ് ചെയ്ത് കൃഷ്ണന്റെ കാലിലേക്ക് അമ്പ് ചെയ്ത് കൃഷ്ണനെ വധിക്കുന്നത്. അതൊരു മരണം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. നോക്കൂ, ഈ ഭഗവാനാണെങ്കിൽ പോലും ചെയ്ത ഒരു പ്രവൃത്തിക്കുള്ള അനുഭവിച്ച് തീരണം, കർമ്മ എന്ന് പറയില്ല നമ്മൾ ഇന്നത്തെ കാലത്ത്, അത് തീരണം തന്നെയാണ്. അപ്പൊ ഈ ജര ഈ ഭഗവാന്റെ കാലിലേക്ക് അമ്പ് ചെയ്യുന്നത് ഏതോ മാൻകുട്ടിയാണെന്ന് കണ്ടിട്ടാണ്, ഈ വിരല് കണ്ടിട്ട് ചെറിയ എന്തോ ഒരു മൃഗം. അപ്പൊ അമ്പ് ചെയ്യുമ്പോൾ കരച്ചിൽ കേട്ടിട്ടാണ് ഓടിച്ചിരുന്നത്. അപ്പോഴാണ് ഭഗവാൻ രക്തം വാർന്നു കിടക്കുന്നത് കാണുന്നത് കൃഷ്ണൻ. അപ്പൊ ജര പറയും, അയ്യോ ഭഗവാനെ, ഞാൻ കാരണം അങ്ങേക്ക് ഈ അവസ്ഥ വന്നത്, ഞാൻ ഇപ്പൊ പ്രാണൻ ഉപേക്ഷിക്കുന്നു പറഞ്ഞിട്ട് തല തല്ലി മരിക്കാൻ പോകുമ്പോഴാണ് കൃഷ്ണൻ തടഞ്ഞ് ഈ പൂർവ്വചരിതം പറയുന്നത്. നിന്നെ ഞാൻ അന്ന് കൊന്നു, നീ എന്നെ കൊന്നു, ഇതൊരു ചാക്രികമായിട്ടുള്ള ഒരു ജീവിതമാണ്, നടന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് നിനക്കും മോക്ഷം, കൊന്ന ആൾക്കും മോക്ഷം കൊടുത്ത ആളാണ് ഭഗവാൻ. അപ്പൊ ജരയുടെ മോക്ഷത്തിന്റെ ഒരു സർക്കിളാണ്, അല്ലെങ്കിൽ ബാലിയുടെ മോക്ഷത്തിന്റെ ഒരു സർക്കിളാണ് ജരയായിട്ട് വരുന്നത്. അപ്പോ ഈ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചെടുക്കുന്ന ഒരു ഭഗവാന്റെ ജീവിതം കൊണ്ട് അത് ഭഗവാൻ തന്നെ പ്രൂവ് ചെയ്യുന്നത്. നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പരിണത ഫലം അനുഭവിച്ചേ തീരുള്ളൂ. അത് ഞാനാണെങ്കിലും ശരി, നിങ്ങളാണെങ്കിലും ശരി. അപ്പൊ അതുകൊണ്ട് ഈ രാമാവതാരത്തിൽ ഇത് ഏറ്റവും കൂടുതൽ കാണുന്ന ഈ ധർമ്മബോധം ഒരു മനുഷ്യന് ഉണ്ടാക്കാവുന്ന പ്ലസസ് ആൻഡ് മൈനസ് രണ്ടും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. രാമാവതാരം നാരായണീയത്തിൽ വരും. നാരായണീയ മേൽപ്പത്തൂർ ഭട്ടതിരി ഗുരുവായൂരപ്പനോട് ചോദിച്ചെഴുതിയതാണെന്നാണ് പറയുക. അപ്പൊ ഗുരുവായൂർ ശ്രീലകത്തിന്റെ അർദ്ധകെട്ടിപ്പടിയിൽ ഇരുന്നിട്ട് കയറി ചെല്ലുന്നതിന്റെ ലെഫ്റ്റ് സൈഡ് അവിടെ ഇരുന്ന് എഴുതിയിട്ട് ഓരോ ശ്ലോകം എഴുതിയിട്ട് ഗുരുവായൂരപ്പനോട് ചോദിക്കുന്നത് എങ്ങനെയല്ലേ കൃഷ്ണ, അപ്പൊ ഭഗവാൻ പറയുന്നത് എങ്ങനെയാണ്. അപ്പൊ ഓരോന്നും ഇങ്ങനെ എഴുതി ചോദിച്ചു രാമാവതാരം എഴുതി അവസാനിപ്പിച്ചപ്പോ മേൽപ്പത്തൂർ എഴുതിയൊരു ശ്ലോകം, അതിന്റെ അർത്ഥം എങ്ങനെയാണ്,
ഒരു മനുഷ്യന് അതിര് കവിഞ്ഞ ധർമ്മബോധം കൂടുതലായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തൊക്കെ പ്രയാസങ്ങൾ വരുമെന്ന് കാണിച്ചു കൊടുക്കാനല്ലേ കൃഷ്ണ നീ രാമാവതാരം എടുത്തെന്ന് ചോദിച്ചു. അതായത് ഗുരുവായൂരപ്പനെ കുത്തുകയാണ് ചെയ്യുന്നത്. സിംപിളൈസ് ചെയ്ത് നമ്മളിങ്ങനെ പറയില്ലേ, ഓ നീ അതിനാണല്ലോ ചെയ്തത് എന്ന് പറഞ്ഞ് പരോക്ഷമായിട്ട് ഭഗവാനെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. അതായത് എപ്പോഴും ധർമ്മം പറഞ്ഞിരുന്നു കഴിഞ്ഞാല് നമുക്ക് ജീവിതത്തിൽ ചിലപ്പോൾ പല നഷ്ടങ്ങളും വീണ്ടും വരും. രാംജിക്ക് എന്ന് പറഞ്ഞതുപോലെ എപ്പോഴും ഒരു മിഡിൽ പാത്താണ് നല്ലത്. ഐ മീൻ ഒരു മധ്യവശം പിടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. എക്സ്ട്രീമിലേക്ക് പോയി കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഹോൾഡ് ചെയ്യാൻ സാധിച്ചൊന്നുമില്ല. രാമന് സാധിച്ചിട്ടില്ലല്ലോ. രാമന്റെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും കരച്ചിലാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജനിച്ചപ്പോ മുതൽ ആ കുട്ടി എന്ന് പറയുന്നത് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. കളിയും ചിരിയും കൃഷ്ണന്റെ പോലെ ബാലലീലകളൊക്കെ നമുക്ക് രാമനിൽ എവിടെയും കാണാൻ സാധിക്കും? എവിടെയില്ല. വിശ്വാമിത്രൻ വന്ന് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ യുദ്ധം ചെയ്യാൻ പഠിപ്പിക്കാൻ വേണ്ടി കാട്ടിലേക്ക് കൊണ്ടുപോകാൻ ചെയ്യും. ട്രെയിനിങ് തുടങ്ങാൻ ചെയ്യണം അപ്പൊ തന്നെ. അത് കഴിഞ്ഞ് സീതയെ കല്യാണം കഴിച്ച് തിരിച്ച് അയോധ്യയിൽ വരുന്നു. അപ്പൊ തൊട്ട് തുടങ്ങി വീണ്ടും പ്രയാസം, വീണ്ടും 14 വർഷം. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം പറയാം. ഇതില് നമുക്കൊക്കെ അറിയാത്തതും രാമായണം വായിച്ചാൽ മനസ്സിലാവുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. 14 വർഷമാണ് വനവാസം. 14 വർഷത്തിൽ 13 വർഷവും ഒരു കുഴപ്പമുണ്ടായിട്ടുണ്ട്. അവസാനത്തെ ഒരു വർഷമാണ് രാമായണം കഥ നടക്കുന്നത്. അതായത് 13 വർഷം കഴിഞ്ഞ് 14ാമത്തെ വർഷം തുടങ്ങുന്ന ദിവസമാണ് രാവണൻ സീതയെ കൊണ്ടുപോകുന്നത്. ആ 13 വർഷം ഹാപ്പി കാട്ടിൽ കഴിയാന്നുള്ളതേ ഒരു സുഖ സൗകര്യങ്ങളും ഇല്ല, അതൊക്കെ ഉണ്ട്, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ രാമായണം കഥ എന്ന പേരിൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന കഥ ഒരു വർഷം നടന്ന കഥയാണ്. രാവണന് എത്രയോ വർഷത്തെ ആയുസാ പറയുക. രാവണന്റെ ആയുസിലെ അവസാനത്തെ ഒരു വർഷമാണ് രാമായണം. അങ്ങനെ അത് കറക്റ്റായിട്ട് കണക്ക് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ആ രാമായണ കഥയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? എപ്പോഴും വിരഹവും ദുഃഖവും മാത്രമാണ് അതിന് തെളിഞ്ഞു നിൽക്കുന്നത്. വല്ലാത്ത ജ്ഞാനികൾക്കും വളരെയധികം ഉയർന്ന ആളുകൾക്കും ധർമ്മബോധമൊക്കെ കാണാൻ സാധിക്കുമായിരിക്കും. പക്ഷെ ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും ദുഃഖമാണ് അതിൽ കിടക്കുന്നത്. രാജ്യം എല്ലാം പോകുന്നല്ലോ. അവസാനം സംഭവിക്കുന്ന എന്താണ്? സീതയേക്കാൾ ഞാൻ സ്നേഹിച്ച ലക്ഷ്മണൻ പോകുന്നു. അല്ലെ, ഇപ്പൊ ധർമ്മം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്യാസിയായിട്ട് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി വരുന്ന ആരാണോ അയാളെ കൊല്ലാന്നാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇടയ്ക്ക് ലക്ഷ്മണനാണ് കയറി വരുന്നത്. ലക്ഷ്മണൻ പോയി. ലക്ഷ്മണനും പോയി കഴിഞ്ഞ് ഞാൻ എന്തിനിവിടെ ജീവിക്കണം എന്ന കൺസെപ്റ്റ് വരുമ്പോഴാണ് ഭഗവാൻ സ്വയം സരയിലേക്ക് എടുത്ത് ചാടുന്നത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സൂയിസൈഡ്. എത്രയൊക്കെ നമ്മൾ ദേഹം ഉപേക്ഷിച്ചു അല്ലെങ്കിൽ സ്വധാമത്തിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യരുടെ ജീവിതമായിട്ട് രാമന് മനുഷ്യനായിട്ടാണല്ലോ കാണണേ. ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ മനുഷ്യരുടെ ജീവിതമായിട്ട് ഈ കഥയൊന്ന് മാറ്റി എഴുതിയ ഒരു നല്ല മെഗാ സീരിയലിനുള്ള കഥ. തീർച്ചയായിട്ടും അതില് കൂടുതൽ ഈ പറയുന്ന വിരഹവും ദുഃഖവും ഇങ്ങനെ തളം കെട്ടി കിടക്കുന്നത് കാണാം. ഇതെന്നാണ് ഭഗവാന് പോലും തോന്നിയത്. ഇങ്ങനെ കരഞ്ഞ് 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 വയ്യാതായി എന്നാണ് മഹാവിഷ്ണുവിന്. കാരണം ദുഃഖം ഇങ്ങനെ എന്താ പറയുക, ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്തത് പറഞ്ഞ് വന്നോണ്ടിരിക്കുകയല്ലേ. ഭഗവാൻ അടുത്ത അവതാരം എടുക്കുമ്പോൾ പറഞ്ഞത്രേ, ഈ ഒരു അവതാരത്തിൽ ഞാൻ കരയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണാവതാരം എടുക്കുന്നത്. രണ്ടാമത് പറഞ്ഞത്രേ, കഴിഞ്ഞ വട്ടം ഞാൻ ധർമ്മത്തെ അനുസരിച്ച് ജീവിച്ചു, ഈ അവതാരത്തിൽ ഞാൻ പറയുന്നതാണ് ധർമ്മം എന്നാണ് അത്രേ പറഞ്ഞത്. അതിന് രസകരമായിട്ട് കാര്യോട് പറയാം, അതോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ദശാവതാരങ്ങൾ കൂട്ടുമ്പോൾ ബലരാമനെ കൂട്ടുന്ന പരിപാടി നമ്മുടെ ഇവിടെ കൂടുതലായിട്ടുള്ളൂ. കേരളത്തിൽ നോർത്തിൽ കൂട്ടില്ല. അവര് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമനെ കൂട്ടുന്നതിന് പകരം അവിടെ കൃഷ്ണനെ കൂട്ടും. 8ാമത്തെ അവതാരം അവർക്ക് ശ്രീകൃഷ്ണനാണ്. 9ാമത്തെ അവതാരമായിട്ട് ഒരു ബുദ്ധനെ കൂട്ടും. 10ാമത്തെ അവതാരം കൽക്കി, അതിനിപ്പോ വരാൻ പോകുന്നേ ഉള്ളൂ. അവിടെ ബലരാമന് സ്ഥാനം. എനിക്ക് ആ ഒരു ലോജിക്ക് കറക്റ്റ് ആണെന്ന് തോന്നാറുണ്ട്. കാരണം 8ാമത്തെ അവതാരമായിട്ട് ഒരു ബലരാമനെ കൂട്ടുകയാണെങ്കിൽ ലക്ഷ്മണൻ എന്തുകൊണ്ട് കൂട്ടുന്നില്ല? കാരണം ലക്ഷ്മണനും അനന്താംശത്തോടു കൂടി ഭഗവാൻ ജനിച്ചാണെന്നാണ് പറയുന്നത്. അപ്പൊ ലക്ഷ്മണനെ കൂട്ടുന്നില്ല, ബലരാമനെ കൂട്ടുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ലോജിക്ക് എനിക്ക് ക്ലിയർ ആകാറില്ല. പറഞ്ഞോളൂ. അല്ല, ഈ ബലരാമനും ശ്രീകൃഷ്ണനും ബലരാമന്റെ ഏട്ടനാണല്ലോ കൃഷ്ണൻ. ബലരാമനാണല്ലോ ഏട്ടൻ. അപ്പൊ അവർ രണ്ടും ഒരേ സമയത്തല്ലേ ജീവിച്ചിരിക്കുന്നത്? അതെ, അത് ആദ്യം ജനിക്കുന്നത് ബലരാമനാണ്, അത് കഴിഞ്ഞിട്ടാണ് കൃഷ്ണൻ ജനിക്കുന്നത്. അത് വസുദേവരുടെ ഒരു ഭാര്യയായിട്ടുള്ള ദേവകിയുണ്ട്. ഈ 2 അവതാരങ്ങൾ ഒരേ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിച്ചിരിക്കുന്നു? അത് ഇപ്പൊ പല സമയത്ത് ഇപ്പൊ പരശുരാമൻ ആ സമയത്ത് രാമന്റെ കാലഘട്ടത്തിൽ പരശുരാമൻ ഉണ്ടല്ലോ. ഇപ്പൊ സീതാസ്വയംവരം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് പരശുരാമൻ കയറി തടയും രാമനെ സീതയും. നീ എന്റെ പ്രഭുവിന്റെ വില്ലൊടിച്ചില്ലേ എന്ന് പറഞ്ഞ് തടയും. എന്നിട്ട് വൈഷ്ണവ ചാപം കൊടുക്കും. ഇവിടൊക്കെ പരശുരാമൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതാണല്ലോ പറയുന്നത്. അപ്പൊ അത് ആ സമയത്ത് 2 അവതാരങ്ങളൊക്കെ ഒരു സമയത്ത് എന്തായാലും ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത്, ഈ അനന്താംശത്തോടു കൂടി ഭഗവാന്റെ അവതാരം നടക്കുന്നത് 2 അവതാരങ്ങളാണ്. ഒന്ന് ലക്ഷ്മണനും ഒന്ന് ബലഭദ്രനും. അപ്പൊ ഇതിന് തമാശയായിട്ട് പറയും, ഈ രാമാവതാരം കഴിഞ്ഞപ്പോ കൃഷ്ണാവതാരത്തിന്റെ തയ്യാറെടുപ്പ് നടക്കുന്ന സമയത്ത് ലക്ഷ്മണനായിട്ട് അവതരിക്കാൻ മുമ്പ് പ്ലാൻ ചെയ്തിരുന്ന ബലഭദ്രനായിട്ട് ഇപ്പൊ അവതരിക്കേണ്ട അനന്തൻ ഭഗവാനോട് പറയത്രേ, കഴിഞ്ഞ അവതാരത്തിൽ ഞാൻ അങ്ങ് പറയുന്നതൊക്കെ കേട്ടു, അനുജനായിട്ട് കൂടെ വന്ന് ഉറങ്ങാതെ പുറകിൽ നടന്ന് എല്ലാം കേട്ടു.
ഈ അവതാരത്തിൽ എനിക്ക് അങ്ങേ അനുസരിപ്പിക്കാനുള്ള കഴിവ് വേണമെന്നുകൊണ്ടാണ് ഏട്ടനായിട്ട് ജനിക്കണമെന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ബലരാമന് കീഴ്പ്പെട്ടാണ് കൃഷ്ണൻ എപ്പോഴും നിന്നിട്ടുള്ളത്. അത് പറയുമ്പോ ഭഗവാൻ അൾട്ടിമേറ്റ് ആണെന്നൊക്കെ പറയുമെങ്കിലും ബലരാമൻ എന്ന് പറഞ്ഞ പേടിയായിരുന്നു കൃഷ്ണൻ. കാരണം ഏട്ടൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ബലരാമൻ എന്നാണ് പേര് തന്നെ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഇപ്പൊ സുഭദ്രാഹരണത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സുഭദ്രയെ അർജുനൻ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന കൃഷ്ണൻ ബലരാമൻ വിളിച്ച് എവിടെ സുഭദ്ര ചോദിക്കുമ്പോൾ വിറയ്ക്കുന്നത് കാണാം. കാരണം ബലരാമന്റെ ദേഷ്യം എന്ന് പറഞ്ഞെങ്കിൽ അത്രയും കൂടുതലാണ്. അപ്പൊ ബലരാമനായിട്ട് അനന്തൻ ജനിക്കുമ്പോൾ ഈ അവതാരത്തിൽ ഞാൻ ഏട്ടനായിട്ട് നിന്ന് അനുസരിപ്പിച്ചു. കഴിഞ്ഞ അവതാരത്തിൽ അനിയനായിട്ട് നിന്ന് എല്ലാം കേട്ടു. അപ്പൊ അങ്ങനെ കോൺട്രവേഴ്സീസ് ഒക്കെ അവിടെ വളരെ രസമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കണക്ട് ചെയ്താൽ ഭയങ്കര രസമാണ്. അതൊക്കെയാണ് ഈ പുരാണത്തിന്റെ ഇന്നത്തെ കാലത്തുള്ള ഒരു എക്സിസ്റ്റൻസിന് കാരണം എന്നാണ് ഞാൻ കരുതുന്നത്.